നമ്മുടെ ഇടയിലുള്ള ചില ഭർത്താക്കന്മാർ അഭിമാനത്തോടുകൂടി പറയുന്നത്, ഞാൻ പറഞ്ഞ കാര്യമെങ്ങാനും എന്റെ ഭാര്യ ചെയ്തില്ല എങ്കിൽ അവളെ ഞാൻ അടിച്ച് ശരിയാക്കുമെന്നുള്ളതാണ് നമ്മൾ ധൈര്യത്തോടുകൂടി വളരെ അഭിമാനത്തോടുകൂടി പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ മനസ്സിലാക്കേണ്ടത്, നിനക്ക് തല്ലുവാനും നിനക്ക് കൊല്ലുവാനും നിനക്ക് വേണ്ടാത്തപ്പോൾ കൊണ്ട് കളയുവാനും വേണ്ടിയിട്ടല്ല നിന്റെ ഭാര്യയുടെ ഉപ്പ നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബിന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ നീ പുറത്തു പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടായിട്ട് ആ വാശിയും വൈരാഗ്യവും വൈര്യവും തീർക്കുവാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു യന്ത്രമല്ല ഭാര്യ എന്ന് പറയുന്നത്. പല ഭർത്താക്കന്മാർ അങ്ങനെയാണ്. പുറത്തു പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നമെല്ലാം തീർക്കുന്നത് സ്വന്തം ഭാര്യയെ ഉപദ്രവിച്ചുകൊണ്ടാണ്. എങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ മനസ്സിലാക്കേണ്ടത്, ഭാര്യയെ ഉപദ്രവിക്കുന്ന ഒരു ആണത്തമായിട്ട് എവിടെയും ആരും പറഞ്ഞിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ ഒരു നോട്ടം കൊണ്ട് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ വേദനിപ്പിച്ചിട്ടില്ല അത്രേ. അതായിരുന്നു പ്രവാചകന്റെ ജീവിതം. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി വളരെ ഭവ്യതയോടുകൂടി നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പെരുമാറ്. നിനക്കും നിന്റെ മക്കൾക്കും വേണ്ടി ഒരുപാട് ത്യാഗവും വേദനയും വിഷമവും സഹിക്കുന്നവളാണ് നിന്റെ ഭാര്യ. നീ വീട്ടിൽ നിന്നുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ അടുക്കളയും അരകല്ലുമായി കഴിയുന്നവളാണ് നിന്റെ ഭാര്യ. ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളും ആ ഭാര്യ സഹിക്കുന്നുണ്ട്. ഇന്നേ വരെ അവരെ മുഖത്ത് നോക്കി നമുക്കൊന്ന് സ്നേഹത്തോടുകൂടി പുഞ്ചിരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്നേ വരെ നിന്റെ ഭാര്യയോട് നീ ഭക്ഷണം കഴിച്ചോ, എന്തുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചോദിക്കുവാൻ പോലും പല ഭർത്താക്കന്മാർക്ക് സാധിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ഭർത്താക്കന്മാരെ മനസ്സിലാക്കേണ്ടത്, സ്നേഹത്തോടും ബഹുമാനത്തോടും പരസ്പരം അങ്ങുമിങ്ങും ഹൃദയങ്ങൾ കൈമാറി സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നിനക്ക് വേണ്ടി ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ട് നിന്നെയും നിന്റെ മക്കളെയും പൊന്നുപോലെ നോക്കുന്ന ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ അതായിരിക്കും അവർക്ക് കിട്ടുന്ന ആ ദിവസത്തിലെ ഏറ്റവും വലിയ സമ്മാനം.